തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫ്രീഡം പ്രയറിലേക്ക്, ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം നമ്മളോട് പറയുന്നു: ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, റോമ 19 പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ഹൃദയത്തിൽ വിശ്വസിച്ചാൽ പോരെ? മൗനമായി പ്രാർത്ഥിച്ചാൽ പോരെ? ഇതൊക്കെ എല്ലാവരെയും കാണിക്കേണ്ട കാര്യം വലുതാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്, നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ നിനക്ക് ദൈവം ദാനമായി നൽകിയ അധരം, നിന്റെ ശബ്ദം ഉപയോഗിച്ച്, നിന്റെ അധരം ഉപയോഗിച്ച് യേശു കർത്താവാണെന്ന് നീ ഏറ്റു പറയണം, നീ പ്രഖ്യാപിക്കണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന്, അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണെന്ന് നീ വിശ്വസിക്കണം, ഹൃദയത്തിൽ വിശ്വസിക്കണം, ഒപ്പം ഏറ്റുപറയുകയും ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ലോക ജനത്തിന്റെ മുഴുവനും പാപബന്ധനങ്ങളും പൈശാചിക സ്വാധീനങ്ങളുടെയും മേൽ വിജയം വരിച്ച് തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തി മനുഷ്യ മക്കളെ എന്നേക്കുമായിട്ട് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വീണ്ടും ഉയർത്തിയ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു വെറും ഒരു സങ്കല്പമോ ഒരു പ്രതീകമോ അല്ല, മറിച്ച് ചരിത്രത്തിൽ ഇറങ്ങി വന്ന് ലോക ചരിത്രത്തെ തന്നെ 2 BC AD എന്ന് 2 കീറി മുറിക്കാൻ മാത്രം ചരിത്ര പ്രാധാന്യമുള്ള വ്യക്തിയാണ് യേശു ക്രിസ്തു. നമുക്കറിയാം, ഇന്ന് ലോകത്തുള്ള പല മതങ്ങളുടെയും വിശ്വാസമനുസരിച്ച് അവരുടെ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്ന പല വ്യക്തികളും പല ശക്തികളും ചരിത്രത്തിൽ എവിടെയും കാണാനില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും കർത്താവുമായ യേശു ക്രിസ്തു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മനുഷ്യനായി അവതരിച്ചവനായ യേശു ക്രിസ്തു, ആ യേശു ചരിത്രത്തിൽ ഇറങ്ങി വന്നവനാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത് പോലെ പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചവനാണ്, മരിച്ചുയർത്തെഴുന്നേറ്റവനാണ്. ആരാണ് പന്തിയോസ് പീലാത്തോസ്? റോമാക്കാരുടെ അധീനതയിലുണ്ടായിരുന്ന പാലസ്തീൻ പ്രദേശത്തിന്റെ ഗവർണറായിരുന്നു പീലാത്തോസ്. പ്രിയപ്പെട്ടവരെ, റോമിന്റെ ചരിത്രം എഴുതിയപ്പോൾ ചരിത്രകാരന്മാർ, ജോസഫ് ഫ്ലാവിയസ് പോലുള്ള ചരിത്രകാരന്മാർ റോമായുടെ ചക്രവർത്തിയായ സീസറിനെ കുറിച്ച് എഴുതിയതിനേക്കാളും കൂടുതൽ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പേരാണ്. അന്ന് റോമൻ ഗവൺമെന്റിന്റെ യാതൊരു സ്ഥാനങ്ങളും വഹിക്കാതിരുന്ന യേശു, സ്ഥാനമാനങ്ങളൊന്നുമില്ലാതിരുന്ന യേശു, എന്നാൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചവനായ യേശു, ജനഹൃദയങ്ങളുടെ രാജാവായ യേശു, ആ യേശുവിനെ കുറിച്ചാണ് ചരിത്രകാരന്മാർ റോമിന്റെ ചരിത്ര പുസ്തകത്തിൽ റോമൻ ചക്രവർത്തിയായ സീസറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതിനേക്കാളും എഴുതപ്പെട്ടിരിക്കുന്നത്. കാരണം ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് ചരിത്രത്തിന് മുന്നോട്ട് പോകാനാവില്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് എന്ത് സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്? യേശുവിന്റെ നാമം മറ്റേത് നേതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും മഹാരഥന്മാരുടെയും നാമം ഉച്ചരിക്കുമ്പോൾ അവരുടെ പേരിൽ അറിയപ്പെടാനായിട്ട് നമ്മൾ അഭിമാനിക്കുമ്പോഴും അവരുടെ പേരിൽ അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നതിനേക്കാളും അഭിമാനത്തോടെ പറയാവുന്ന നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. അതിനാൽ റോമ 10:9 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ആ നാമം ഏറ്റുപറയുന്നവനാണ് രക്ഷ ലഭിക്കുന്നത്. കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ നാമം അത്രമാത്രം പവർഫുൾ നാമമാണ്, ശക്തമായ നാമമാണ്, സ്വർഗം വെളിപ്പെടുത്തി തന്ന നാമമാണ്. ദൈവം തന്നെ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യനായി മാറിയ ദൈവത്തിന്റെ പേരാണ് യേശു. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കല് ഷാർജ എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോയപ്പോൾ അവിടെ ഞങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയ ആള് ഞങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ചെക്ക് ഇൻ സെഷനിൽ ചെല്ലുമ്പോൾ എന്റെ പേര് പറഞ്ഞാൽ മതി,
അവര് നിങ്ങളെ വേഗം പ്രൊസീജിയർ നടത്തി കയറ്റി വിട്ടോളുമെന്ന്. ഞങ്ങൾ എയർപോർട്ടിൽ ആ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവര് ചെക്ക് ഇൻ പോലും ചെയ്യാതെ കയറി പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ് ആ വ്യക്തിയുടെ പേരിന്റെ മഹിമ, പേരിന്റെ ശക്തി. കാരണം അവിടുത്തെ ഗവൺമെന്റുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഈ വ്യക്തി. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവന്റെയും സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനും സർവശക്തനുമായ ദൈവത്തിന്റെ ഏകപുത്രനായ യേശുവിന്റെ നാമത്തിൽ എത്രമാത്രം അത്ഭുതങ്ങളും എത്രമാത്രം സ്വാധീനങ്ങളും ഈ ലോകത്തുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായ നാം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം പോലും പലപ്പോഴും യേശുവിന്റെ നാമം പറയാൻ ലജ്ജിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ നാമം പറഞ്ഞെന്നാൽ അത് അവഗണിക്കപ്പെടുമെന്നും കളിയാക്കപ്പെടുമെന്നും വില കുറച്ച് കാണുമെന്നൊക്കെ വിചാരിച്ച് യേശുനാമത്തെ മറച്ചു വെച്ച് അത് അഭിമാനത്തോടെ യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട് ലജ്ജിക്കുന്നവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാനാവുകയില്ല. അവന്റെ നാമം ആദരം കൊണ്ട് നീ ഏറ്റുപറയുക തന്നെ ചെയ്യണം, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് രക്ഷ കടന്നു വരുവാൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നാമം എല്ലാ നാവുകളും ഏറ്റുപറയണം. കാരണം എല്ലാ ജീവിതങ്ങളുടെയും രക്ഷയുടെ ഏക വഴിയാണ് യേശു. പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ലെന്ന്. ദൈവത്തിലെത്തണമെങ്കിൽ സകല പാപത്തിന്റെ, ശാപത്തിന്റെ, പൈശാചികതയുടെ, ഈ ലോകത്തിന്റെ ജഡത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച്, യേശു ക്രിസ്തുവിൽ വിടുതൽ പ്രാപിച്ച് ഒരു വ്യക്തി ദൈവത്തിലെത്തണമെങ്കിൽ, ദൈവാനുഭവം സ്വന്തമാക്കണമെങ്കിൽ അവൻ യേശുവിന്റെ നാമം ഏറ്റു പറയണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, യേശു നടന്ന വഴിയെ നടക്കണം. എന്തിനാണ് യേശുവിന്റെ നാമം ഏറ്റു പറയുന്നത്? കൃത്യമായിട്ട് വചനത്തിൽ പറയുകയാണ്, ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ നാമം നമ്മൾ പറയുമ്പോഴാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യനെ ബന്ധിച്ചു വച്ചിരിക്കുന്ന തിന്മയുടെ ശക്തികൾ ഇളകുന്നത്. ആ നാമത്തിന് മുമ്പിൽ അടിയറവ് പറയാതെ ഒരു തിന്മയ്ക്ക് നിവൃത്തിയില്ല. ഒരു പ്രശ്നത്തിനും ആ നാമത്തിനു മുമ്പിൽ വഴിമാറാതെ പറ്റത്തില്ല. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് സത്യമായും ഹൃദയത്തിൽ ആഴത്തിൽ വിശ്വസിച്ച് യേശുവിനെ കൊണ്ടുവന്നാൽ, യേശുവിനെ ഉയർത്തിയാൽ, യേശു നാമം ഏറ്റുപറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ വഴിമാറും. വിശ്വസിച്ച് കർത്താവിന്റെ നാമം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. വിശ്വസിച്ച് കർത്താവിന്റെ നാമത്തിൽ പ്രവൃത്തികൾ ചെയ്യണം. വിശ്വസിച്ച് കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് ജീവിതം വിട്ടുകൊടുത്ത് ജീവിക്കണം. അപ്പോൾ ജീവിതത്തിൽ ഓരോ നിമിഷവും അത്ഭുതങ്ങളിലൂടെ കർത്താവ് വഴി നടത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ യേശുവിന്റെ നാമത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഏറ്റുപറയുന്നില്ലെങ്കിൽ, മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന്റെ പരിണിതഫലം, പ്രത്യേകിച്ച് മരണശേഷമുള്ള പരിണിതഫലം വളരെ വലിയതായിരിക്കുമെന്ന് ഈശോ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32, 33 വാക്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് വായിച്ച് ധ്യാനിക്കേണ്ട ഈശോയുടെ വചനമാണ്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ശ്രദ്ധിച്ചു മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച് മനുഷ്യ മക്കളുടെ വലിയ സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ നാവ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ ഈശോ പറയാണ്, പിതാവിന്റെ മുമ്പിൽ ഞാനും ആ വ്യക്തിയെ ഏറ്റുപറയും, ഞാനും ആ വ്യക്തിയുടെ നാമം ഏറ്റുപറയും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റുപറയും യേശു ക്രിസ്തു. അത്രമാത്രം വലിയൊരു
അനുഗ്രഹമാണ് യേശുനാമം ഏറ്റുപറയുമ്പോഴും പ്രഘോഷിക്കുമ്പോഴും യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ലോകത്ത് യേശുവിന്റെ നാമത്തിൽ അറിയപ്പെടുമ്പോഴും ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മരണം വഴി വേർപെട്ടു പോയവരെ കുറിച്ച് ഓർക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓർക്കണം, അവർ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അറിവില്ലായ്മ കൊണ്ട് യേശുവിന്റെ നാമത്തെ വേണ്ട രീതിയിൽ ഏറ്റുപറയാതെ, യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താതെയാണ് അവരുടെ ജീവിതം കടന്നുപോയതെങ്കിൽ അതിൻ്റെതായ കുറവ് ആത്മാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയായി മാമോദീസ സ്വീകരിച്ചിട്ടും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുകയോ യേശുവിന്റെ നാമത്തെ ഉയർത്തുകയോ ഒരു വ്യക്തിയോട് പോലും യേശുവിനെ കുറിച്ച് പറയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മൾ യേശുവിന്റെ നാമം ഉരുവിടണം. നമ്മൾ സാധിക്കുന്നത്ര ഈ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. തടവറ ഭേദിച്ച്, ചങ്ങല പൊട്ടിച്ച്, കാരാഗ്രഹത്തിൽ നിന്നും വിടുവിച്ച പൗലോസിനെയും സീലാസിനെയും വിടുവിച്ച അപ്പോസ്തല പ്രവർത്തനം 16 നമ്മൾ കാണുന്ന ആ അത്ഭുതം, ആ സംഭവം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവരുടെ ജീവിതത്തിലും അത്ഭുതകരമായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന, ഫ്രീഡം ലഭിക്കുന്ന ഒരു അഭിഷേകം കടന്നു വരുവാൻ, ദൈവ സാന്നിധ്യം കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണന്മാരും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ യേശു മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, യേശു മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. ലോകം മുഴുവൻ കത്തി പടരട്ടെ, ദേശം മുഴുവൻ കത്തി പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തി പടരട്ടെ.